ഹലോ ഓൾ, നമ്മൾ ഇന്ന് AWSൽ S3 ആണ് പരിചയപ്പെടാനായി പോകുന്നത്. S3 ഓർ സിമ്പിൾ സ്റ്റോറേജ് സർവീസ് എന്നാൽ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് സ്റ്റോറേജിന് വേണ്ടി AWS പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളിൽ ഒന്നാണ്. സോ ഡേറ്റ ബാക്കപ്പ്, ഡേറ്റ റിക്കവറി, വെബ്സൈറ്റ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് ഹോസ്റ്റിംഗ്, ഡേറ്റ ആർക്കൈവിംഗ്, കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയ്ക്ക് വേണ്ടി S3 ഉപയോഗിക്കാവുന്നതാണ്. സോ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിട്ട് അതിനെ URL വഴി ആക്സസ് ചെയ്യുന്നതും ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗുമാണ് കാണിക്കാനായി പോകുന്നത്. സോ ആദ്യം തന്നെ AWS മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യുക. സോ അവിടെ S3 ബക്കറ്റിലേക്ക് പോവുക ആൻഡ് ഒരു ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കുക. സോ ഒരു യുണീക്ക് ബക്കറ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. സോ അതിനുശേഷം AWS റീജിയൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഓഹിയോ റീജിയൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് ഓണർഷിപ്പ് ACL എനേബിൾ ചെയ്യുക. സോ അതിനുശേഷം ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്നുള്ളത് അൺടിക്ക് ചെയ്യുകയും അക്നോളജ്മെൻറ്റ് മാർക്ക് ചെയ്യുകയും ചെയ്യുക. സോ ബക്കറ്റ് വെർഷനിങ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. സോ എനേബിൾ ചെയ്യുന്നതാണ് നല്ലൊരു പ്രാക്ടീസ്. സോ ഇവിടെ ഇപ്പോൾ ബക്കറ്റ് വെർഷനിങ് എനേബിൾ ചെയ്യുന്നില്ല, ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കുന്നു. സോ ഇവിടെ ബക്കറ്റ് നെയിം ഒരു യുണീക്ക് ബക്കറ്റ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം. ആൻഡ് സോ ബക്കറ്റ് നെയിം ഒരു യുണീക്ക് ബക്കറ്റ് നെയിം തന്നെ വേണ്ടി വരും. സോ ബക്കറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇതിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യാം. സോ ഞാനിവിടെ ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു ഇമേജ് ആണ്. സോ അപ്ലോഡ് ഫയൽസ് കൊടുക്കുക, ആഡ് ഫയൽസ് കൊടുക്കുക, അപ്ലോഡ് ഒബ്ജക്റ്റിൽ ആഡ് ഫയൽസ് കൊടുക്കുക ആൻഡ് ദെൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇമേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സോ ഞാൻ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്തു ആൻഡ് അപ്ലോഡ് കൊടുക്കുന്നു. സോ നമ്മളുടെ ഇമേജ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഈ ഇമേജിനെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ പബ്ലിക് ആക്കാം. സോ നേരത്തെ ACL എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിനെ മാർക്ക് ചെയ്യുകയും ആക്ഷൻസിൽ മേക്കിംഗ് പബ്ലിക് യൂസിങ് ACL കൊടുക്കാവുന്നതുമാണ്. സോ മേക്ക് പബ്ലിക് കൊടുക്കുക. സോ നമ്മളുടെ ഒബ്ജക്റ്റ് പബ്ലിക് ആയിട്ടുണ്ട്. സോ നമുക്കിനിയും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഒബ്ജക്റ്റ് URL സെലക്ട് ചെയ്യുക. ഒരു പുതിയ ടാബ് എടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് URL ടെസ്റ്റ് ചെയ്യുക. സോ നമ്മളുടെ ഒബ്ജക്റ്റ് URL സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒബ്ജക്റ്റ് പബ്ലിക്ലി റീഡബിൾ ആണ്. സോ ഇതാണ് ഒരു ഒബ്ജക്റ്റ് AWS ബക്കറ്റ് വഴി പബ്ലിക്ലി റീഡബിൾ ആക്കുന്നത്. സോ നമുക്കിനിയും അടുത്തതായിട്ട് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് പരിചയപ്പെടാം. സോ അതിനായിട്ട് നമുക്ക് ഈ ബക്കറ്റ് തന്നെ ചൂസ് ചെയ്യാം ആൻഡ് ഇതിലേക്ക് നമുക്ക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് കൊടുക്കേണ്ടതാണ്. സോ അപ്ലോഡ് കൊടുക്കുക ആൻഡ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സ് ആൻഡ് അല്ലെങ്കിൽ ലൈസൻസ് റീഡ്മി എന്നിവ ഫയലുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഫോൾഡർ കൂടിയുണ്ട്.
ഫോൾഡേഴ്സ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, ഫോൾഡേഴ്സ് എല്ലാം അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് ഇല്ലാത്ത വെബ്സൈറ്റ് ആണ്. സോ ഫ്രണ്ട് എൻഡ് മാത്രമേ ലിറ്ററലി അവിടെ ഉള്ളൂ. സോ അതിൻ്റെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആണ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ബക്കറ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിലെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് നമുക്ക് മേക്ക് പബ്ലിക് യൂസിങ് ACL എന്ന ഓപ്ഷനോട് പബ്ലിക് ആക്കാം. സോ മേക്ക് പബ്ലിക് കൊടുക്കുന്നു. സോ നമ്മളുടെ ഒബ്ജക്ട്സ് എല്ലാം പബ്ലിക് ആയിട്ടുണ്ട്. സോ നമുക്കിനിയും ഇതൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. സോ അതിനുശേഷം പ്രോപ്പർട്ടീസിലേക്ക് പോവുക. ബക്കറ്റ് വെർഷനിങ് ഞാനിവിടെ ഡിസേബിൾ ആക്കി ഇട്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഒബ്ജക്ട്സ് ആൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആവശ്യമില്ലാതെ ഡിലീറ്റ് ആയി പോകാതിരിക്കാൻ ബക്കറ്റ് വെർഷനിങ് എന്ന ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. സോ അതിനുശേഷം സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിലേക്ക് പോവുക, എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക ആൻഡ് എനേബിൾ കൊടുക്കുക. സോ അതിനുശേഷം ഇൻഡെക്സ് ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ വെബ്സൈറ്റ് പോയിന്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. സോ ഞാനിവിടെ index.html എന്ന ഫയലിലേക്കാണ് ഇതിനെ പോയിന്റ് ചെയ്യുന്നത്. സോ അതിനുശേഷം ചേഞ്ചസ് സേവ് ചെയ്യുക. സോ നമ്മളുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വെബ്സൈറ്റ് URL കോപ്പി ചെയ്യുക ആൻഡ് ഒരു പുതിയ ടാബ് എടുക്കുക ആൻഡ് സെലക്ട് ചെയ്യുക. സോ നമ്മളുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മളുടെ S3 ബക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്യുകയും ഒരു വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു.